വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു എപ്പിസോഡായിട്ടാണ് ഗ്രീൻ റൂം ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. എറണാകുളം ചെമ്പുമുക്കിലുള്ള പൂവർ ക്ലെയേഴ്സ് ഓഫ് പെർപ്പച്വൽ അഡോറേഷൻ സഹോദരിമാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇതൊരു മിണ്ടാമടമാണ്. ഈ ആവൃത്തിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരാണ് ഇവിടെ ഇന്ന് നമ്മെ കാത്തിരിക്കുന്നത്. നിത്യാരാധന കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സന്യാസ സമൂഹത്തിൽ ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഇവിടുത്തെ സിസ്റ്റേഴ്സിന് നമ്മോട് പറയാനുണ്ടാവുക. പ്രിയമുള്ളവരെ, ഇതൊരു മിണ്ടാമടമായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പരിമിതികൾ നമുക്കുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ നന്മയെ പ്രതി നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മോട് സംസാരിക്കാമെന്നും ഈ പരിമിതികളിൽ നിന്ന് തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമെന്നും അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് ചെല്ലാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, ഇതൊരു മിണ്ടാമടമാണല്ലോ. ഞങ്ങൾക്കറിയാം, ഒരു മിണ്ടാമടം സന്ദർശിക്കുമ്പം അതിന് ഒത്തിരിയേറെ പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകത, പുറം ലോകമായിട്ട് ഒന്ന് വേർതിരിഞ്ഞ് ദൈവാനുഭവത്തിൽ കൂടുതൽ ജീവിക്കുന്ന സിസ്റ്റേഴ്സാണല്ലോ ഇവിടെ ഉള്ളത്. എന്നിട്ടും സിസ്റ്റർ ഇന്ന് ഗ്രീൻ റൂമിൽ വന്ന് ഞങ്ങളോട് സിസ്റ്ററുടെ വിശേഷങ്ങളും ദൈവവിളി അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാം എന്ന് പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിനൊത്തിരി നന്ദി പറയുന്നു. ആദ്യമേ നമുക്ക് സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം അല്ലേ? അതെ, ഞാൻ സിസ്റ്റർ മേരി ആഗ്നസ്. ഇത് കാക്കനാട് ആർട്രീഷ്യ മോണസ്ട്രി, ചെമ്പുമുക്ക്. ഞങ്ങളിവിടെ നിത്യാരാധനയാണ്. 24 hours വി ഹാവ്. ഞങ്ങൾക്ക് നിത്യാരാധനയുണ്ട്. ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി ഞങ്ങളുടെ ക്യാരിസം, ഈശോയെ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ച് പെർപ്പച്വൽ താങ്ക്സ് ഗിവിങ്, റെപ്പറേഷനല്ല, റെപ്പറേറ്ററി താങ്ക്സ് ഗിവിങ്, അതായത് പരിഹാരം ചെയ്ത് നന്ദി അർപ്പിക്കുന്നു. ഫ്രാൻസിസ്കൻ 2ാം സഭ, വിശുദ്ധ ക്ലാരയുടെ 2ാം സഭയാണ് ഞങ്ങൾ. ഞങ്ങളുടെ പേട്രൺ സെയിൻറ്റ് ഫ്രാൻസിസും ക്ലാരയുമാണ്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ ക്യാരിസം പരിശുദ്ധ കുർബാനയെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ദിവ്യകാരണ ഈശോയെ രാവും പകലും ആരാധിക്കുക. അതിലൂടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വളരെ വളരെ പ്രത്യേകിച്ച് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻഷൻ. പുരോഹിതർക്കും സഭയ്ക്കും വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ തുടങ്ങി 25 വർഷമായിട്ട് ഞങ്ങളിവിടെ 11 സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾ ഈശോയെ നിത്യാരാധനയിൽ ഈശോയെ ആരാധിച്ച് സന്തോഷമായിട്ട് പോകുന്നു. സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞത് മുഴുവൻ ഈശോയെക്കുറിച്ചും ഈ ഒരു സന്യാസ സമൂഹത്തെക്കുറിച്ചാണ്. അപ്പം അത്രത്തോളം സിസ്റ്റർ അതിൻ്റെ അകത്ത് എഴുതി ചേർന്നു. പക്ഷെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെയും കൂടെ അറിയണം, വീട്ടിലാരൊക്കെയുണ്ട് ഒക്കെ. ഞാനിപ്പം വന്നിട്ട് കോൺവെൻറ്റിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ 27 വർഷമായി. എനിക്ക് എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി. അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി, ഇതെൻ്റെ ചേച്ചി, ഏറ്റവും മൂത്ത ചേച്ചി, 2ാമത്തെ ഞാൻ, എനിക്ക് ഇളയത് 2 ആങ്ങളമാർ, ഒരനിയത്തി. ഞങ്ങൾ 5 മക്കൾ. അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി ഇപ്പം വീട്ടിൽ ഉണ്ട്. എല്ലാവരും കല്യാണം കഴിച്ച് മക്കളുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ അതിൽ സന്തോഷമായിട്ട് ഈശോയുടെ കൂടെ ഇവിടെ ജീവിക്കുന്നു. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചിയുടെ പേര് ജസീന്ത, ചേട്ടൻ്റെ പേര് തമ്പി എബ്രഹാം. നമുക്ക് തോന്നുവേ, ശരിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂട്ടീൻ ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്? പക്ഷെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നുമായിരുന്നു, ഞങ്ങളൊക്കെ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ എല്ലാവരും ലോകത്തിൽ അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നുള്ള ഈ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നല്ലേ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈശോയോടുള്ള നിങ്ങളുടെ ബന്ധവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ് ഒക്കെയാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക, സിസ്റ്റർ പറയാതെ തന്നെ. അപ്പം മിണ്ടാമടത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഒരു വലിയ താങ്ക് യു ഈശോയുടെ പേരിൽ ഞങ്ങളെല്ലാവരും. അത് ശരിയാണ്. ഈ ലോകത്ത് ചിലവരിത് സംശയദൃഷ്ടിയോടെ, അതായത് ഇതൊരു വേസ്റ്റ് ഓഫ് ലൈഫ് അല്ലേ. ഞാൻ പണ്ടൊരു വ്യക്തിയെ
പരിചയപ്പെടുമ്പോൾ ഇതെന്താ സിസ്റ്റർ, ഇതിനുള്ള ഗുണം എന്ത്, നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, ഫോർ യു ഇറ്റ് ഈസ് വേസ്റ്റിംഗ്, ബട്ട് വി ആർ എൻജോയിങ്. ഞങ്ങൾക്കൊരു വേസ്റ്റ് അല്ലത്, ഞങ്ങൾക്കൊരു എൻജോയ് ആണ്. വി ആർ എൻജോയിങ് വിത്ത് ദ ലോഡ്. അത് 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 മനസ്സിലാക്കാനുള്ള കൃപ എനിക്കില്ലെന്ന് പറഞ്ഞു. ഓക്കെ, യു ഡോണ്ട് വ്യക്തി മനസ്സിലാക്കണ്ട. വി ആർ ഔട്ട് ഓഫ് മൈൻഡ് ഫോർ ക്രൈസ്റ്റ് ഐസിറ്റ്. വി ആർ ഔട്ട് ഓഫ് മൈൻഡ് ഫോർ ക്രൈസ്റ്റ്. സോ ഓക്കെ, ഇത് തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസും പറഞ്ഞത്. ഐ ആം മാഡ് ഫോർ ക്രൈസ്റ്റ്. ഫ്രാൻസിസിനെ വിളിച്ചില്ലേ ഫൂൾ എല്ലാവരും വിളിച്ച് ഫൂളാണെന്ന്. പക്ഷേ ഐ ആം ഫൂൾ ഫോർ ക്രൈസ്റ്റ്. എനിക്ക് പലതും എനിക്ക് നേടിയെടുക്കാമായിരുന്നു. സെൻറ്റ് പോൾ പറഞ്ഞത് വേണം, എല്ലാം എനിക്ക് ഉച്ഛിഷ്ടമായിട്ട് തോന്നി. എൻ്റെ ചേച്ചിക്കറിയാം, ഞാനായിരുന്നു വീട്ടിലെ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടി, എല്ലാത്തിനും മുമ്പ്, എല്ലാം ഫസ്റ്റ്. എൻ്റെ പപ്പായ്ക്കും നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ച് പപ്പായെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷേ കുഞ്ഞിലേ തൊട്ടേ ഞാൻ പറയുമായിരുന്നു, എനിക്ക് സിസ്റ്ററാകാൻ പോയാൽ മതി. പക്ഷേ ഇനി പലതും ട്രൈ ചെയ്ത് ഞാൻ എവിടെ ചേരണം അങ്ങനെ പലരും പറയുമ്പോൾ അതായിരിക്കും എൻ്റെ ഒക്കേഷൻ, ഇതായിരിക്കും എൻ്റെ ഒക്കേഷൻ. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് വന്ന് വിളിച്ച്, അവർ സാരി സിസ്റ്റേഴ്സായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് 10th പാസ്സായപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കോൺവെൻറ്റിൽ പോകണമെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ പഠിക്കുന്ന കൊച്ചല്ലേ, നീ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ കോളേജിൽ പോ, എനിക്ക് കോളേജിൽ പോകാൻ കാണണം. ചേച്ചിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല, ചേച്ചി നല്ല പഠിക്കുമായിരുന്നു, അതുകൊണ്ട് ചേച്ചി പോയില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ നല്ല മാർക്കോടെ SLC പാസ്സായി, നല്ല മാർക്കോടെ, അപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു കുഴപ്പമില്ല, അഡ്മിഷൻ കിട്ടാൻ നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹം, അമ്മച്ചിക്ക് കോളേജിൽ ഞാൻ പോയി കാണണം, ബാഗൊക്കെ ഇട്ട് കോളേജിൽ പോകുന്നത് അമ്മച്ചിക്ക് കാണാം, ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പോൾ ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറയാം, ഇവൾ കോളേജിൽ പോയല്ലേ, ഇനി കോൺവെൻറ്റിൽ പോകുന്ന ചിന്ത കാണത്തില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഉള്ളിൽ ആ തീവ്രമായ ആഗ്രഹം എൻ്റെ ഉണ്ടായിരുന്നു, എനിക്ക് സിസ്റ്റർ ആവണം. കോളേജിൽ പോയിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചുറ്റുമൊക്കെ കൂടിയിട്ട് ഈ സിസ്റ്ററാകാൻ പോകാതിരുന്നല്ല, എന്ത് പറ്റി ഇപ്പം കോളേജിലൊക്കെ വന്നല്ല എന്നൊക്കെ പറയാൻ. പക്ഷെ ഞാനിതൊന്നും മൈൻഡ് ചെയ്തില്ല, എൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. കൊല്ലത്തെ ആരാധന മഠം കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാ ദിവസവും കോളേജിലേക്ക് പോകുമ്പം ഞാൻ ആരാധന മഠത്തിൽ കയറി ദിവ്യാന ഈശോയെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് പോകും. ഈവനിങ് വരുമ്പോഴും ഞാൻ തിരിച്ചു വരെ ഗുഡ് ഈവനിങ് ജീസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും ഒരു വിസിറ്റ്, 2 വിസിറ്റ്, അത് മോർണിംഗ് വന്നിട്ട് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഈവനിങ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഈ ദിവ്യകാരണ ഈശോയെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് അവിടുത്തെ സിസ്റ്റേഴ്സ് നോട്ടീസ് ചെയ്ത്. അപ്പോൾ ഒരു ദിവസം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ച്, സിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സിസ്റ്റർ ആവണം. അപ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചപ്പോൾ എനിക്ക് സിസ്റ്റർ ആവാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇപ്പം എന്താ മോളി ചെയ്യണേ? ഞാൻ പറഞ്ഞു, അപ്പം പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് പോകുന്ന സമയമാണ്. കറക്റ്റ് ടൈം, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പരീക്ഷ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ടിന്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ പറയും എനിക്കിഷ്ടമാണ്. അപ്പം മോൾ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ വിളിച്ചുകൊണ്ട് വരണോ സിസ്റ്റേഴ്സിനെ കാണാനായിട്ട്? അപ്പോൾ ഞാൻ പറയും ഞാൻ നോക്കട്ടെ, എൻ്റെ അപ്പച്ചൻ അന്നില്ല, അപ്പച്ചൻ ഇവിടെ കൊച്ചിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയും ഒരു ആൻറ്റിയും കൂടെ എന്നെ കോൺവെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ കന്യാസ്ത്രീ ആവുന്നത്. അപ്പോൾ അമ്മച്ചി എന്നെ കോൺവെൻറ്റിൽ കൊണ്ടുവന്ന് അപ്പം മാത്രമായിട്ട് സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു 3 മാസം വന്ന് നിൽക്കുക, അപ്പോൾ റിസൾട്ട് വരാനായിട്ട് സമയമുണ്ട്, റിസൾട്ട് വന്നിട്ട് ആണ് ഇനി ഫ്യൂച്ചർ പ്ലാനിങ്, അപ്പം റിസൾട്ട് വരാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കാണിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പം പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിലിൽ ഞാൻ 3 മാസത്തെ ട്രയലിനായിട്ട് വന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മാസത്തെ ട്രയൽ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു പോയിട്ട് പിന്നെ 95 ഞാൻ ജൂൺ 29
ചേച്ചിയുടെ കല്യാണം ജൂൺ 25-ന്, എൻ്റെ എൻട്രൻസ് ജൂൺ 29-ന്. അങ്ങനെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഫ്യൂ ഡേയ്സ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കാണുമ്പോൾ അവൾ നീ പോകില്ലെന്ന് പറഞ്ഞു. കല്യാണത്തിന് വന്ന ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഡിസിഷൻ ഫോമായിട്ട് വെച്ച് എല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച്. അന്ന് ആങ്ങളമാർക്കൊക്കെ അവർ പ്രീ ഡിഗ്രിക്ക് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരായിരുന്നു. അന്നൊന്നും അവന്മാർക്കൊന്നും മനസ്സിലായില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർ ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ വിടും. പിന്നെ അന്ന് മനസ്സിലാക്കി ഒരിക്കലും ഞാൻ തിരിച്ചു വരത്തില്ല, ഈ ക്ലോസ്റ്റൽ ലൈഫാന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവരെപ്പോഴും കരയുമെന്ന് അമ്മച്ചി പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ ഇപ്പോൾ 27 വർഷമായി ഞാനിപ്പം കോൺവെൻറ്റിൽ നിന്നിട്ട്. ഇതെൻ്റെ ജൂബിലി ഇയറാണ്. ജൂബിലി ഇയറെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷൻ ചെയ്തിട്ട് 25 വർഷമായതാണ് ഈ വർഷം. അപ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു വർഷം തന്നെയാണ് ഞങ്ങൾ സിസ്റ്റർ കാണാൻ വന്നത്. അപ്പോൾ സിസ്റ്ററുടെ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള 2 ആൾക്കാർ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ അനിയത്തി ഇവിടെ മിണ്ടാമഠത്തിലെ ഒരു സിസ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം സാധാ മഠങ്ങളിലേതുപോലെ ഈ സിസ്റ്റേഴ്സിന് അങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ പ്രത്യേക ഫംഗ്ഷനുകൾക്കോ അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ സഹോദരി പറയുകയുണ്ടായി, അതായത് ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഒരു ജോലി ചെയ്യുവാണെങ്കിൽ പോലും അവരത് ധ്യാനപൂർവ്വമാണ് ആ പരിപാടി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ചേച്ചിയുടെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്? എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം പോലും ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന്, സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഓരോ ചെറിയ കാര്യങ്ങളും അനിയത്തി എന്നുള്ള നിലയിൽ എൻ്റെ സിസ്റ്ററിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ആ കാര്യം ദൈവം നടത്തിത്തരും. അത് ആഗ്രസിനെൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നടത്തിത്തരും. ആഗ്രസിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. ഇന്ന് വരെയും കുടുംബത്തിൻ്റെ എല്ലാ സംരക്ഷണവും ആഗ്രസിനെ ഏൽപ്പിച്ച് ആഗ്രസ് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളിൽ കൂടാണ് നടന്നു തരുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഇവിടെ ഈ മഠത്തിലേക്ക് വരുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷമങ്ങളെല്ലാം പോകെ പ്രാർത്ഥനയിൽ കൂടെ ആയാലും സംസാരത്തിലൂടെ ആയാലും വീട്ടിലെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ കൂടെ ആഗ്രസിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ദൈവം സോൾവ് ചെയ്യുന്ന രീതികളും എല്ലാം കൊണ്ടും ഞങ്ങൾ അനുഗ്രഹപ്പെട്ടവരാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഓരോ യാത്ര തൊട്ട് ഞങ്ങളുടെ ഓരോ ചിന്തകളിൽ പോലും ആഗ്രസാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും ബലവും ശക്തിയും. ഞങ്ങൾ ഇവിടെ വിളിച്ച് ആഗ്രസിൻ്റെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് ആ നിമിഷം ദൈവം അത് നടത്തിത്തരുമെന്ന്, ആഗ്രസിൻ്റെ പ്രാർത്ഥനയെ കൂടെ അത് നടത്തിത്തരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ചേച്ചി, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് വല്ലതും ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് വിഷമമേറിയ ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥം തന്നെ പറയാം, അങ്ങനെ നമുക്ക്, അതായത് അത് ഈസി ആയി പോയ ഒരു വഴി. എൻ്റെ മോന് സുഖമില്ലാത്ത ഒരു പയ്യനായിട്ടാണ് ജനിച്ചത്. അവനെ ഇന്ന് കണ്ടാൽ നിങ്ങളാരും അവനൊരു അസുഖമുള്ളത് ഒരു പയ്യനാണെന്ന് തോന്നത്തില്ല. ഈ ആഗ്നസിൻ്റെ ഒരിക്കലുള്ള പ്രാർത്ഥനയും വിശ്വാസത്തിലുമാണ് അവൻ ഒരു നല്ല പയ്യനായിട്ട് ജീവിക്കുന്നത്. അവന് യാതൊരു കുറവുകളും ഇല്ലാതെ ജീവിക്കുന്നതും ആഗ്നസിൻ്റെ ഒരു പ്രാർത്ഥനയിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആഗ്നസിൻ്റെക്ക് വിളിച്ചൊരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നസ് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടെ ഞങ്ങൾ അതിൽ ശക്തിപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കുടുംബത്തുണ്ടായാൽ പോലും ആഗ്നസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നസ് പ്രാർത്ഥിച്ച് അത് നടത്തി തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാതെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അത് സാധിക്കുമെന്ന് ഞങ്ങളാരും ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ല. മിണ്ടാമഠത്തിലേക്ക് ഇങ്ങനെ അനിയത്തി പോവാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു സീൻ? എങ്ങനെയായിരുന്നു? മിണ്ടാമഠത്തിലേക്ക് പോവാം. മിണ്ടാമഠമൊന്നും നമുക്കത്ര അറിയത്തില്ല. ആരാധന മഠം അറിയാം, നമ്മൾ പോവുക പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. പക്ഷേ പിന്നാണ് കുറേ കൂടെ പോകാറായപ്പോഴാണ് ഇനി വീട്ടിലേക്ക് വന്ന് നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പം ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ആഗ്നസിൻ്റെ ഒറ്റ തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പോകണം എന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞ് എന്നെ പോകട്ടെ എന്ന് പറഞ്ഞു. അമ്മ പറയുന്നതിന്, ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ പറയുന്നതിന് മറുവാക്കാരും പറയാറില്ല. അപ്പൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പൻ അംഗീകരിക്കും അമ്മ പറഞ്ഞാൽ. അതുപോലെ പറഞ്ഞ് അപ്പം എല്ലാവരും അതോടെ ചേർന്നു. അത് തന്നെ നടന്നത്. പിന്നെ ആ വിഷമം ഗ്രാജുവലി വിഷമം വരാതിരിക്കുമ്പോൾ കുറേ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്
ഒക്കെ അത് കുറേശ്ശെ മാറി. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഗ്നസിനെ പോയി കാണാമല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അതോടെ അത് പറഞ്ഞു ഇപ്പം ആ ആളാണ് നിങ്ങളുടെ ബലം. ആ ആളാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബലം. മക്കളെ നല്ലതായിട്ട് വളർത്താൻ പോലും പഠിപ്പിച്ചു തരുന്നത് ആഗ്നസാണ്. മക്കളെ, എല്ലാവരുടെയും മക്കളെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിച്ചുപദേശിക്കുന്നത് പോലും ആഗ്നസാണ്. എല്ലാം ആഗ്നസിൻ്റെ മുമ്പേ വന്നിട്ടേ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പോകാറുള്ളൂ. ചുരുക്കത്തിൽ ഈ വീട്ടുകാരുടെ ഒരു പവർ ഹൗസ് തന്നെയാണ് അത് തന്നെ ഞങ്ങളുടെ പവർ ഹൗസ് തന്നെയാണ് ആഗ്നസ്. ഇനി ചാച്ചനോട് ചോദിക്കുവാണെങ്കിൽ, സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ സിസ്റ്റർ കോൺവെൻറ്റിൽ വന്നു. അപ്പോൾ സിസ്റ്ററുടെ ആ ഒരു സന്യാസ ജീവിതം എല്ലാം ചാച്ചൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പം എങ്ങനെ ഇവരുടെ ആ ഒരു സന്യാസ സമൂഹത്തെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ എന്താ പറയാനുള്ളത്? ഇത് നോക്കി കാണുന്നിട്ട് ഞാൻ ഇതിനു മുമ്പേ കൊല്ലം ആരാധനമഠം എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൽ ഞാൻ അവളെ ഞാൻ അവളെ വളർന്നതാണ്. ഈ ഇരിക്കുന്ന ബോഡി അവരുടെ സിസ്റ്റർമാരുടെ അതിൽ 3-4 പേരോടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കൊച്ചിലെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് എനിക്കത് വലിയൊരു പുതുമയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ വന്നു. അന്ന് ഞാൻ സിസ്റ്ററിനെ കണ്ടിട്ടില്ല. ഞാനന്ന് ജോലി സംബന്ധമായിട്ട് ഇവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു. ഒരു വേറൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞത്, തമ്പി പെട്ടെന്ന് കൊല്ലത്ത് വരണം. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാര്യമുണ്ട്, ഒരു പെണ്ണ് കാണൽ ചടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെയാണൊന്ന് കാണുന്നത്. 10-18 ദിവസത്തിനകത്ത് തന്നെ കല്യാണവും. അങ്ങനെ പെട്ടെന്ന് നോക്കും. പിന്നെ സിസ്റ്റർ പരിചയപ്പെട്ടു. സിസ്റ്റർ അവിടെ ഉണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ വന്ന് 3 മാസം ആയുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചാണ്ട് 1 കൊല്ലത്തിന് മുമ്പ് എങ്ങാണ്ട് വന്നതായിരിക്കുമെന്നാണ് എൻ്റെ ധാരണ. പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം തന്നെ. അപ്പം കൊല്ലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെ എല്ലാത്തിനും ഞങ്ങൾ ഇങ്ങോട്ട് ആശ്രയിച്ച് വരേണ്ടി വന്നു. പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളും, മോൻ്റെ ആയാലും മോളെ ആയാലും ഭൂമി വാങ്ങിക്കുന്ന കാര്യത്തിലും വീട് വെക്കുന്ന കാര്യത്തിലായാലും ശരി, മോളെ കെട്ടിച്ചു വിടുന്ന കാര്യത്തിലായാലും സകലത്തിനും ഉപദേശവും കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രയാസം പറയുമ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്ന് ശരിയാകും എന്ന് പറഞ്ഞാൽ ശരിയാകും. ഒരാഴ്ചക്കകത്ത് അതിന് നമുക്ക് അനുഭവം ഉണ്ടാവും. അതിന് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം എനിക്ക് വിശ്വാസമാണ് ഈ ആരാധനമഠം. അങ്ങനെയാണ് എൻ്റെ തള്ളന്മാരകത്തുണ്ട്. അവരോടും ഒരു കാര്യം പറയും, അവരും ഉറക്കൊഴിഞ്ഞ് ഒരു മകനേക്കാളിലും കൂടുതൽ വാത്സല്യമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിച്ചു തരുന്ന അമ്മമാരകത്തുണ്ട്. അവരിപ്പോൾ വീൽ ചെയറിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് കേൾക്കുമ്പോൾ സിസ്റ്ററിനോടല്ലേ ഈ ആരാധനാമഠത്തോടെ നിങ്ങളുടെ ഫാമിലി ആയിട്ട് വളരെയധികം റിലേഷൻ വന്നു കഴിഞ്ഞല്ലേ? അതിൽ ഒന്ന് എടുത്തു പറയാനുണ്ട്. കൊല്ലത്തെ മേരി ജോസഫ് മദർ എന്ന് പറഞ്ഞ മദർ മരിച്ചുപോയി. അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. എൻ്റെ കൊച്ചുനാളിൽ എന്നെ ഈ പരുവത്തിലാക്കിയ മദറാണ്. പിന്നെ മദറാണെങ്കിൽ ഇതിന് കൂടെ ഉള്ള സിസ്റ്റേഴ്സിനൊക്കെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതേ ഉള്ളൂ. പക്ഷെ എൻ്റെ മെയിൻ അവരാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കേട്ടതിൽ ഒരുപാട് നന്ദി. ഇനി ഞങ്ങൾക്ക് ഏതാനും സിസ്റ്റേഴ്സിനെ കൂടി ഒന്ന് കേൾക്കാൻ. തീർച്ചയായിട്ടും 2 സിസ്റ്റേഴ്സും കൂടെ വന്നിട്ട് അവരുടെ ദൈവാനുഭവം, അവരുടെ വിളിയെക്കുറിച്ച്, അവരുടെ സന്തോഷത്തെക്കുറിച്ച് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആരാധനാ മഠത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് ഇനി പങ്കുവയ്ക്കാനായി അടുത്തത് നമ്മളോടുകൂടി ചേരുന്നത് സിസ്റ്റർ മേരി റാഫേലാണ്. സിസ്റ്റർ ഇപ്പോൾ 40 വർഷം കഴിഞ്ഞു ഈ സമൂഹത്തോടു കൂടെ ചേർന്നിട്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കേൾക്കാം. സിസ്റ്ററെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ ഇന്ന് ഞങ്ങൾക്ക് വിശദമായി പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. സംസാരിക്കാവോ? അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 5 മക്കൾ അടങ്ങുന്നതാണ് കുടുംബം. അപ്പം 3 പെൺമക്കൾ 2 ആൺമക്കൾ അങ്ങനെ. അപ്പം 3 പേരും സിസ്റ്റേഴ്സാണ്, സെയിം ഓർഡറിൽ തന്നെ. പിന്നെ ഒരു ഇളയ സഹോദരൻ, എൻ്റെ നേരെ ഇളയ സഹോദരൻ മാരീഡാണ്. അതിൻ്റെ നേരെ ഇളയത് ഒരു വൈദികനാണ്.
അങ്ങനെ 5 പേര്, 3 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സുമാണ് ഉള്ളത്. വീട് എവിടെയാണ് സിസ്റ്റർ? വീട് ചേർത്തല മായിത്തറയിലാണ്. പക്ഷെ ഞങ്ങൾ കുറച്ചു കാലം കൊല്ലത്തായിരുന്നു താമസിച്ചിരുന്നത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ചേർത്തലയിലേക്ക് വന്നു, അവിടെ താമസം തുടങ്ങി. സിസ്റ്റർ മഠത്തിലോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ദൈവവിളികളുള്ള സമയമാണല്ലോ. ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ദൈവവിളികൾ ഉണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ ഇപ്പോൾ ഈ മിണ്ടാമഠം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താ? ശരിക്കും ഞാൻ മിണ്ടാമഠത്തിൽ ചേരണമെന്നും പറഞ്ഞല്ല, എനിക്കൊരു സിസ്റ്റർ ആകണം എന്നുള്ളതേ ഉള്ളായിരുന്നു. എന്നിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്ക് തോന്നി അതല്ല, എനിക്കൊരു കുറേ കൂടെ പ്രാർത്ഥനയിലേക്ക് വരണം എന്നുള്ള ഒരു ഇതിലേ ആണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ അപ്പച്ചൻ എപ്പോഴും ഈ കൊല്ലത്ത് ആരാധന മഠത്തിൽ പോയി ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് എല്ലാ വ്യാഴാഴ്ചയും അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പം ഞങ്ങളെയും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു, ആരാധന മഠത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസമൊക്കെ തരും, പോയി പ്രാർത്ഥിക്കും. പിന്നെ കുഞ്ഞിലെ തന്നെ എല്ലാ ദിവസവും ദൈവവിളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 സ്വർഗസ്നായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമേയും ത്രിത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് 5 മക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവർ ദൈവം വിളിക്കുന്നവർ അതിലേക്ക് പോവുക, അങ്ങനെ ഒരു സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ വളരെ സന്തോഷത്തോടെയല്ലേ നിങ്ങൾ 3 പേരെയും ഈ ഒരു ആരാധനാ മഠത്തിലേക്ക് വീട്ടിൽ നിന്ന് വിട്ടത്? സിസ്റ്ററെ, ഇപ്പോൾ സിസ്റ്റർ 40 വർഷം കഴിഞ്ഞു. അതായത് 40 വർഷം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു തുകയാണ്. അത് ഒരുപാട് പ്രാർത്ഥന അനുഭവങ്ങൾ, അതായത് പ്രാർത്ഥനയിൽ അത്യാവശ്യം ഇതിനോടകം ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇവിടുത്തെ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ 40 വർഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും സിസ്റ്ററിന്? എൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുവാണെങ്കിൽ സിസ്റ്ററിന് ഇത് എങ്ങനെ തിരഞ്ഞെടുക്കാൻ തോന്നി എന്ന് ചോദിക്കുവാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ക്വയറ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് കൂടുതലായിട്ടും വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ എപ്പോഴും ക്വയറ്റായിട്ട് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന ഒരു അവസരമൊന്നും അല്ലായിരുന്നു. ചില സമയത്ത് ഒരുപാട് ദൈവവിളിയിൽ നിന്നും പോകണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതായത് ചില ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ വന്നപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും കൂടുതലായിട്ട് ഒരു പ്രാർത്ഥനയിലേക്ക്, എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇത് തന്നെയാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങളും അതിലുണ്ടായിരുന്നു. എന്നിട്ടും പ്രാർത്ഥനയിൽ ഇങ്ങനെ പിടിച്ച് നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭവം അതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് തന്നെയാണ്, ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും നമ്മുടെ ചിലർ പറയുന്നുണ്ട് പ്രലോഭനങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്, അതിൽ നമ്മൾ വീണ് പോകരുത്, ശരിക്കും അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് നമുക്ക് കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നെനിക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥന സഹായം ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും എൻ്റെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും അവർക്ക് വേണ്ടി ഈ നിയോഗം വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ സാധിച്ചു കിട്ടി എന്നവർ വന്നിങ്ങനെ പറയാറുണ്ട്. ഇനിയിപ്പോൾ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, കാരണം സിസ്റ്ററുടെ സംസാരത്തിൽ നിന്ന് സിസ്റ്ററുടെ ചിരിയിൽ നിന്നും മുഖത്തു നിന്നും എല്ലാം ഞങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാം, ഈ ദൈവവിളിയുടെ മഹത്വവും സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ആരാധനാ മഠത്തിൻ്റെയൊക്കെ. സിസ്റ്ററോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരിയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കൂടെ ഈ ആരാധനാ മഠത്തിലെ ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ വൺ ഓഫ് ദ ന്യൂ ഒക്കേഷൻസ് ആണ് ഇവിടുത്തെ.
ഇവിടുത്തെ ചെറുപ്പക്കാരിൽ ഒരാളാണ് സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ദൈവവിളി അനുഭവം ഒക്കെ പറയാനുണ്ടാവും. അപ്പോൾ സിസ്റ്ററോട് തന്നെ നമുക്ക് ചോദിക്കാം. സിസ്റ്ററെ, ഞങ്ങൾക്ക് സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടണം. സിസ്റ്ററുടെ പേരും വീട്ടിലായിരിക്കണമെന്നൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് സിസ്റ്റർ മേരി ക്രിസ്റ്റബൽ. എൻ്റെ വീട് ആലപ്പുഴയിൽ. വീട്ടിൽ അച്ഛൻ, അനിയത്തി, പിള്ളേർ. അനിയത്തി ഫാമിലി ആയിട്ടാ? ഫാമിലി. സിസ്റ്റർ പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? 10th കഴിഞ്ഞിട്ടാണോ? ആഫ്റ്റർ 10th 3 months വി ഹാഡ് ഹോളിഡേ. ആ സമയത്ത് ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഉടൻ തന്നെ ഞാൻ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ പഠിക്കാൻ പോയില്ല. ചെറുപ്പം തൊട്ടേ സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാണോ? ഉണ്ടായിരുന്നു. 2 സിസ്റ്റർമാരും ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. അല്ല, ഒരു ആരാധനയുടെ ഒരു രൂപം, അരളിക്കയുടെ ഒരു രൂപം നിങ്ങളുടെ എല്ലാവരുടെയും ഉടുപ്പയിലുണ്ടല്ലോ, അതെന്താ? അത് ഞങ്ങളൊരു സിമ്പിളാണത്. ഓരോ കോൺഗ്രേഷനും അതിൻ്റെതായ ഒരു ഇത് കണ്ട് ലോക്കറ്റ് പോലെ. ഇത് ഞങ്ങൾക്ക് നിത്യാരാധന ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു പെർപ്പച്വൽ അഡോറേഷൻ്റെ ഒരു സിമ്പിളായിട്ട് ഞങ്ങൾ അതാദ്യമായിട്ടല്ലേ വെറൈറ്റി ആണ്. കുരിശൊക്കെ കണ്ടിട്ടുണ്ട്. അത് ദിവ്യകാരുണ്യ. സിസ്റ്ററെ, ഇപ്പോൾ ചെറുപ്പക്കാരിലൊരാളാണ് ഈ മഠത്തിലെ. അപ്പോൾ ഇനി അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പറ്റി അത്യാവശ്യം അറിയായിരിക്കും. അതായത് അവർ അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ട് നടക്കുന്നവരാണ്. നന്നായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്ത പാതയിലാണ് സിസ്റ്റർ എൻജോയ് ചെയ്യുന്നത്. അതായത് ഇവിടെ കുറച്ചുകൂടെ സൈലൻ്റ് ആണ്, അധിക ബഹളങ്ങളോ അങ്ങനെ വലിയ ബാഹ്യമൂടികളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവരോട് ഇങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് സിസ്റ്ററിൻ്റെ ഈ എൻജോയ്മെൻറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ എൻജോയ്മെൻറ്റിന് ഇപ്പോൾ ജീസസ് യൂത്ത് ആണെങ്കിൽ കുഴപ്പമില്ല, അവിടേക്ക് ദൈവം കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ ആ എൻജോയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് ഇപ്പോൾ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ അടിപൊളി ലൈഫൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൺഡേസ് അത് എൻഡ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവിടെ ലൈഫ് എൻജോയബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാപത്തിലോട്ടും അങ്ങനെ ആയിരിക്കും. ഇവിടെ അന്നേരം നമ്മൾ ദൈവാനുഭവത്തിൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ എൻജോയ്മെൻറ്റ് ഒരിക്കലും അത് കൂടി വരത്തേ ഉള്ളൂ, ഒരിക്കലും കുറഞ്ഞു പോയില്ല. സിസ്റ്റർ, ഒത്തിരി കോൺഗ്രേഷൻസ് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും ഈ മിണ്ടാമഠം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം, നിങ്ങൾ 2 മക്കളല്ലേ ഉള്ളൂ വീട്ടിലാണെങ്കിലും ഒക്കെ, എന്നിട്ട് ഈ ആരാധനാ മഠത്തിലേക്ക് സിസ്റ്റർ അല്ലെങ്കിൽ ഈ മിണ്ടാമഠത്തിലേക്ക് സിസ്റ്ററെ ഒരു ആകർഷിച്ച കോമ്പണന്റ് എന്താ? ആകർഷണം വന്നപ്പോൾ ഞങ്ങളവിടെ 10th അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഡിഫറെൻറ്റ് കോൺഗ്രേഷൻ വന്നിരുന്നു. എല്ലാവർക്കും അഡ്രസ്സ് അവരവിടെ ലൈഫ് പറഞ്ഞ ശേഷം അഡ്രസ്സ് കൊടുക്കണം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ഒരു കൊത്തലങ്ക സിസ്റ്റേഴ്സ് വന്നു. ആ കൊത്തലങ്ക സിസ്റ്റേഴ്സ് പറഞ്ഞു പിന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചു, അവരുടെ ഹോളിഡേ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളത് പാക്ക് ചെയ്ത് വെച്ചു. പക്ഷേ അവർ പാരിഷ് പ്രീസ്റ്റിനോട് വന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അവർ രണ്ട് കൊച്ചു പിള്ളേരല്ലേ, 15 വയസ്സല്ലേ ഉള്ളൂ, അവരെ കൊണ്ടുപോയിട്ട് എന്തിനാണ്, അവർ കുറച്ചുകൂടെ ജീവിതം പഠിക്കട്ടെ, അതിനുശേഷം അവർക്ക് വൊക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം ഞാൻ പാക്ക് ചെയ്ത് സോ ഹാപ്പിയിൽ നിൽക്കേണ്ട സമയത്താണ് ഇവരിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭയങ്കര. അപ്പം ഞങ്ങളുടെ അവിടെ ഒത്തിരി ഹിന്ദുസാണ് ഉള്ളത്. അവരുടെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, വേറെ ഈ ജീവിതം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു സിസ്റ്റർ അവിടെ വന്നത്. അങ്ങനെ വന്ന സമയത്ത് അപ്പം ഞാൻ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചു. അവൻ ഒരു എക്സാം കഴിയട്ടെ, അങ്ങനെ എക്സാം കഴിഞ്ഞു പിന്നെ ഓടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ജീവിതം നേരത്തെ എനിക്ക് സിസ്റ്റർ ആവണമെന്നേ ഉള്ളായിരുന്നു, അല്ലാണ്ട് കോൺഗ്രേഷനല്ല, ദൈവത്തിൻ്റെ മണവാട്ടിയാവുക. അത് അവിടെ ആയാലും ഇവിടെ ആയാലും സെയിം ആണെങ്കിൽ അത് ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഇനിയും ഒത്തിരിയേറെ ദൈവവിളികൾ ഈ ഒരു ആരാധനാ സമൂഹത്തിലേക്ക് ഉണ്ടാവട്ടെ എന്നും ഇതുപോലെ കുറേ സിസ്റ്റേഴ്സും ഉണ്ടാവട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ക്യാരിസത്തിൽ കൂടെയാണല്ലോ നിങ്ങൾ കടന്നു പോകുന്നത്. ദിവ്യകാരുണ്യയുടെ മുന്നിൽ നിങ്ങൾ ഇരിക്കുമ്പം ലോകത്തിലുള്ള സകല വൈദികരെയും കൊണ്ട് സമർപ്പിച്ചാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വലിയ മിഷൻ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് കൊച്ചുത്രേസിയൊക്കെ പോലെ ഞങ്ങൾക്കത് അറിയാം. അപ്പോൾ ഒത്തിരി സന്തോഷം സിസ്റ്റർ പരിചയപ്പെട്ടതിൽ. ഇനിയും ഒത്തിരിയേറെ ദൈവവിളികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.